ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരു. അപ്പോൾ ഓണമായല്ലേ എല്ലാവർക്കും? ഓണം വന്നു എല്ലാവർക്കും. ഓണമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഓണമായിട്ട് സാധാരണ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അത്തപ്പൂക്കളം ഇട്ടോ? ഇതിൽ നമ്മുടെ അത്തപ്പൂക്കളല്ലേ ഇത് കാണുന്നത് അല്ലേ? നിങ്ങളെല്ലാവരോടും കൂടെ ചേർന്നിട്ടല്ലേ ഇപ്പോൾ അല്ലേ? അപ്പോൾ ഈ ഓണത്തിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പറയാൻ എന്തൊക്കെയുണ്ട്? ഇനി ആരാ ഓരോ ഓണക്കവിത പാടുന്നത്? പാട്. പൊന്മണിമാലമെടുത്തണിഞ്ഞും പ്രേമമരന്തപ്പുഴയിലുള്ള തമരത്തോണിക്കടവു താണ്ടി ഓണമലരുകൾ താണുനിന്ന് കാണിക്ക വയ്ക്കും വരമ്പിലൂടെ പൊന്നുഷ സന്ധ്യപ്രഭയിൽ മുങ്ങി വന്നുപോയി ചിങ്ങമാസം. അപ്പോൾ ചിങ്ങമാസത്തെ കുറിച്ചുള്ള പാട്ടാണ് പാടി അല്ലേ? അപ്പോൾ ഓണം വരുന്നത് ഏത് മാസത്തിലാണ്? ചിങ്ങമാസത്തിലാണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലയോ? അപ്പോൾ പോട്ടെ, ഓണത്തിനെ കുറിച്ച് വേറെ പാട്ട് ആർക്കറിയാം? പാട് കേക്കട്ടെ. ആ പാട്ടറിയാമോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് പാടിക്കത്. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞേ? കള്ളപ്പറയില്ല, അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത നാളാണ് ഓണം കേട്ടോ. ഓണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല നാളാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു മോശപ്പെട്ട കാര്യമില്ല, എല്ലാവർക്കും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഓണമുള്ളത് അല്ലയോ? ചിങ്ങമാസപ്പുലരെ സിന്ദൂരമിട്ട യുവതി ചിങ്ങമാസപ്പുലരെ സിന്ദൂരമിട്ട യുവതി. നിങ്ങൾ മുമ്പേ പാടിയ കവിതകളിലൊക്കെ നമ്മൾ ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ വസന്തകാലം കൂടാണ് നമുക്ക് ഓണക്കാലം. എല്ലാവരും എവിടെയും പൂവിളി കേൾക്കാം. നമ്മുടെ പാട്ട് മുമ്പേ പാടിയ പാട്ട് പോലെ എവിടെയും പൂവിളി കേൾക്കുന്ന ഒരു കാലമായിരുന്നു പണ്ട് ഇവിടെ. ഇപ്പോൾ പൂവിളിയൊന്നും നമ്മളങ്ങനെ പൂവിളി വിളിക്കുന്നുണ്ടോ? പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ഒന്ന് പാടി നോക്കേ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. എന്തൊക്കെ പൂവാണെന്നറിയോ അന്ന് പൊലിക്കേണ്ടത്? ആദ്യം നുള്ളേണ്ട പൂ തുമ്പപ്പൂവാണെന്നാണ് പറയണത്. ആദ്യം നമ്മൾ തുമ്പപ്പൂനുള്ളണം. ആ തുമ്പപ്പൂവാണ് ഏറ്റവും വെളുത്ത പൂവാ അല്ലേ? കണ്ടില്ലേ തുമ്പപ്പൂ? ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. ഈ ചുറ്റുപാട് വരുന്നുണ്ട്. ഒരു തുമ്പപ്പൂ കണ്ടോ? ആ ഒരു തുമ്പപ്പൂ കണ്ടുപിടിച്ചു ആരുള്ളൂ കണ്ട. അപ്പോൾ നമുക്ക് അതുപോലെ തുമ്പപ്പൂവാണ് ആദ്യം നുള്ളുന്ന പണ്ട്. പിന്നെ മുക്കുറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്ത് നിറമാണ് അത്? മഞ്ഞ നിറമാണ് അല്ലേ? അപ്പം മുക്കുറ്റി അങ്ങനെ കൊച്ചു കൊച്ചു പൂക്കളുണ്ട്. നമ്മൾ വളരെ വളരെ ചെറിയ പൂക്കളുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു അവർ എന്താണ് പ്രഭാതം കാണാൻ ഇങ്ങനെ പൊട്ടി വിടർന്ന് കാണുന്ന വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ ചിലപ്പോൾ കാണാൻ പറ്റൂ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പൂക്കളുണ്ട്. അങ്ങനെയുള്ള പൂക്കൾ മുതൽ താമരപ്പൂവും ആമ്പൽപ്പൂവും ഒക്കെ സഹിതമുള്ള ഒരുപാട് പൂക്കൾ പണ്ട് ശേഖരിക്കുമായിരുന്നു എല്ലാവരും. അന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ശേഖരിക്കാനുള്ള. ഇപ്പോൾ അതൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? നിങ്ങളൊക്കെ നഗരത്തിൽ താമസിക്കുന്നവരാണോ? ടൗണിൽ താമസിക്കുന്നവരാണോ? അല്ലേ? അതെ, എറണാകുളത്തല്ലേ താമസിക്കുന്നത്? ആ
അവിടെ പൂവേ വിളി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ചില ഓണത്തിന് ചില ദിവസങ്ങൾ വിളിക്കുമോ? എന്തായാലും നിങ്ങൾ ഇറങ്ങി വിളിച്ചേക്കണം. നിങ്ങൾ എവിടെയാലും ഉണ്ടെങ്കിലും പൂ വിളിക്കണം. പൂ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും കുട്ടികൾക്കുണ്ട് കേട്ടോ, യാതൊരു സംശയമില്ല. അപ്പോൾ ഒന്ന് ആർപ്പ് വിളിച്ച എല്ലാവരും. ഓണമായിട്ട് എല്ലാവരും ഇങ്ങനെ തവിഞ്ഞിരുന്നാൽ എങ്ങനെയാ? ആയിക്കോട്ടെ, ആർപ്പോ. നീ ഓണത്തിന് നമ്മളെ കാണാനൊക്കെ ഒരാൾ വരുമെന്നാണല്ലോ പറയുന്നത്. ആരാ അത് വരുന്നത്? മാവേലി എങ്ങനെയാ വരുന്നത്? കുട പിടിച്ചിട്ടാണ് വരുന്നത് അല്ലേ? എന്ത് കുടയാ പിടിക്കണേ? ഓലക്കുടയാണ് പിടിക്കുന്നത് അല്ലേ? പിന്നെ എങ്ങനെയാണ് മാവേലിയെ കുറിച്ച് നിങ്ങളുടെ ഒരു വിചാരം? വേറെ എന്തൊക്കെയുണ്ട്? തലയിൽ എന്തുണ്ടാവും? ഒരു കിരീടമൊക്കെ ഇല്ലേ? കോടവയറുണ്ട് അല്ലേ? നിറയെ ആഹാരമൊക്കെ കഴിച്ചിട്ട് കോടവയറുണ്ട്. പിന്നെ എന്തുണ്ട്? മീശയുണ്ട് അല്ലേ? അപ്പോൾ മീശയും കുടവയറും ഒക്കെ ഉള്ള മാവേലി നമ്മളെ കാണാൻ വരുന്നതാണ്. കുട്ടികളൊക്കെ കാണാൻ വരും അല്ലേ മാവേലി? എന്തിനാ മാവേലി വരുന്നതെന്ന് അറിയാമോ? സദ്യ ഉണ്ണാനോ? സദ്യ ഉണ്ണാൻ മാത്രമല്ല, നാട് കാണാൻ വരികയാണ് മാവേലി. നാടെന്തിനാ കാണുന്നത്? ഈ നാട്ടിലെല്ലാവരും പഴയ പോലെ ആണോ, നല്ല ആൾക്കാരാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ? ചെറിയ കുട്ടികളൊക്കെ നല്ല ആൾക്കാരാണ്, സംശയമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ഒരു പാട്ട് പാടിയാലോ? വേറെ ഒരു പാട്ട് പാടിയാലോ? ആർക്ക് പാടാൻ പറ്റുമോ ഓണത്തെക്കുറിച്ചൊരു പാട്ട്? മാവേലിക്കൊരു കുംഭ നിറയ്ക്കാം, ഓണസന്ധ്യ ഉണക്കണം, ഓണത്തുമ്പി സന്ധ്യ വിളങ്ങാൻ നീ വേണം, പച്ചളി കിച്ചളി സാമ്പാറ് പപ്പടം പുളിശ്ശേരി പായസം. അപ്പോൾ ഈ പച്ചടി കിച്ചടി സാമ്പാറും പുളിശ്ശേരിയൊക്കെ കൂട്ടി ആഹാരമൊക്കെ കഴിക്കാൻ നിങ്ങൾ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആഹാരം കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോൻ പറഞ്ഞ പച്ചടി കിച്ചടി സാമ്പാറും ഒക്കെ കൂട്ടി നമുക്ക് ഓണത്തപ്പന് സദ്യ വിളമ്പാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞേ? എന്താണ് മാവേലിക്ക് സദ്യ വിളമ്പാൻ എന്താ വേണ്ടത്? ആരാ വന്നെന്ന് പറഞ്ഞാൽ? തുമ്പിയാണ് സദ്യ വിളമ്പുന്നത് അല്ലേ? ഓണത്തുമ്പിയാണ് സദ്യ വിളമ്പാൻ വന്നേക്കുന്നത്. ഈ ഓണത്തുമ്പി എന്താ ചെയ്ത് എന്തൊക്കെയാണ് വിളമ്പുന്നതെന്ന് പറഞ്ഞാൽ പച്ചടി കിച്ചടി സാമ്പാർ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ പപ്പടവും പായസമൊക്കെ? അപ്പോൾ പപ്പടവും പായസമൊക്കെ പണ്ടുള്ള ആളുകൾ ഈ ഓണത്തിന് മാത്രമാണ് പപ്പടവും പായസമൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നത്. അതാണ് അന്നൊക്കെ ഓണത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കിപ്പോൾ അത് അങ്ങനെ പ്രയാസമൊന്നുമില്ല, പപ്പടമൊക്കെ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരും അല്ലേ? വരില്ലേ? ഈ ഓണമൊക്കെ വന്ന് നമ്മളെല്ലാവരും പാട്ട് പാടണം. പണ്ടെല്ലാവരും പാട്ട് പാടും അല്ലേ? സന്തോഷം വരുമ്പം പാട്ട് പാടും. അപ്പോൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ സങ്കടം വരുമ്പം പാട്ട് പാടുന്നത്. അല്ലാതെ ആരെങ്കിലും സങ്കടം വരുമ്പം മാറിയിരുന്ന് പാട്ട് പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലെ അമ്മ ഇങ്ങനെ സങ്കടം വരുമ്പം പാട്ട് പാടും, അച്ഛൻ സങ്കടം വരുമ്പം മാറിയിരുന്ന് വേറൊരു പാട്ട് പാടും, അമ്മൂമ്മ സങ്കടം വരുമ്പോൾ ഒരു പാട്ട് പാടും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. സന്തോഷം വരുമ്പോൾ നമ്മൾ പാട്ട് പാടും അല്ലേ? അപ്പോൾ ആ പാട്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എൻ്റെ ഏതൊക്കെ പാട്ടറിയാം? ഒരാളൊരു പാട്ട് പാടിക്കേ. എൻ്റെ ഏത് പാട്ട് പാടും? അണ്ണാറക്കണ്ണാവ. അതെല്ലാവർക്കും അറിയാമല്ലോ അണ്ണാറക്കണ്ണാവ അല്ലേ? അപ്പോൾ എല്ലാവരും കൂടെ പാടിക്കേ. അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടമ്മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനിതാത്ത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണ ചങ്ങാതി, ഒരുക്കാം ഞാൻ പൊന്നോണ ചങ്ങാതി, അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. നമ്മുടെ ഈ പാട്ടിൽ എന്തൊക്കെയുണ്ട്? ഓണമുണ്ട്, ചങ്ങാത്തത്തിന് വിളിക്കുന്ന ഒരു അണ്ണാറക്കണ്ണനുണ്ട്. അതെവിടെയാണ് വിളിച്ചത്? മൂവാണ്ടമ്മാവിലാണ് വിളിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ വളരെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അല്ലേ? ഇനി ആരാണ് ഒരു കവിത ചൊല്ലുന്നത്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു, വേലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു,
തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഓണം എന്ന് പറഞ്ഞാൽ തിരികെ വരുന്ന ദിവസങ്ങളാണ് പണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോയ ആളുകളൊക്കെ എന്ത് ചെയ്യും? ജോലിക്കൊക്കെ പോയവരൊക്കെ എന്ത് ചെയ്യും? തിരിച്ചെവിടെ വരും? വീട്ടിൽ വരുന്ന ദിവസം അല്ലേ. അപ്പോൾ തിരികെ എന്നുള്ള പാട്ട് നമ്മുടെ ഓണത്തുമായി ബന്ധപ്പെട്ട പാട്ടാണ്. അതിനകത്ത് അടുത്ത വരി എങ്ങനെയാണ്? ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയൂന്നുമ്പോൾ തിരപുൽകും നാടന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടിന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. നമ്മുടെ നാടൊക്കെ വിട്ടു പോയിട്ടുള്ള ആളുകൾക്കൊക്കെ തിരികെ വരാൻ തോന്നും അല്ലേ ഓണമാകുമ്പം. അപ്പോൾ അതിനെക്കുറിച്ചൊരു പാട്ടാണ് നമ്മൾ ആ പാട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി വേറെ ഏത് പാട്ടറിയാം? ഏത് പാട്ടറിയാം? ആർക്കറിയാം? പൂക്കാത്ത മുല്ലയ്ക്കു പൂവിടാൻ കാത്തെൻ്റെ പൂക്കാലമെല്ലാം പൊഴിഞ്ഞുപോയി. പൂവിളി കേൾക്കുവാൻ കാതോർത്തിരുന്നെൻ്റെ പൂവാങ്കുരുന്നിലാവാടിപ്പോയി. പാമരം പൊട്ടിയ വഞ്ചിയിലാശകൾ എങ്ങോട്ടെന്നില്ലാതെ യാത്ര പോകെ. പേക്കാറ്റു വീശുമ്പോൾ തുഞ്ചത്തിരിക്കുവാൻ ആരോരുമില്ലാത്തൊരേകാകി ഞാൻ. എങ്ങു നിന്നു വന്ന ചിങ്ങമാസത്തിലെന്നോണപ്പുടവയ്ക്ക് തീ പിടിച്ചു. വാടക വീടിൻ്റെ വാതില് വിറ്റു ഞാൻ, വാടകയെല്ലാം കൊടുത്തു തീർത്തു. ഇതെൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു കവിതയാണ്. കാരണം എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ ചിങ്ങവും ഓണമൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും ഓണം ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുള്ള കവിതയാണ് മോഹനിപ്പോൾ പാടിയ എൻ്റെ കവിത. അത് അക്ഷയത്രിയുടെ ആത്മഗീതം എന്നൊരു കവിതയാണ്. ഇനി വേറെ ആര് കവിത ചൊല്ലും? ചോര വീണ മണ്ണ് നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ. ഓർക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഇതും പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മയുള്ളൊരു കവിതയാണ് അല്ലേ. നടുകയും അത് നോക്കി വളർത്തുകയൊക്കെ ചെയ്യുന്നവരുടെ നാടായിരുന്നു നമ്മുടെ നാട്. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്യുമൊക്കെ ചെയ്യുന്ന കാലം അല്ലേ. കൊയ്ത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാലമായിരുന്നു. നമുക്ക് എല്ലാ അറകളൊക്കെ നിറയുന്ന കാലമായിരുന്നു. എല്ലാ അറകളെന്ന് വെച്ചാൽ നമ്മൾ നെല്ലൊക്കെ കൊണ്ടിടുന്ന സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യും? നിറയുകയൊക്കെ ചെയ്യുന്ന കാലമായിരുന്നു. എല്ലാത്തിൻ്റെയും സമൃദ്ധിയുടെ നാളുകളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓണം. ചോദിക്കും. ഈ ഓണം കഴിഞ്ഞ ഓണത്തുമ്പികൾ എങ്ങോട്ടാ പോകുന്നത്? ഓണം കഴിഞ്ഞാൽ ലീവിന് വരുന്നില്ലേ, അവർ തിരിച്ചു പോകും. ഓണത്തുമ്പിയെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല. എന്ത് നിറം? മഞ്ഞ നിറമാണ് ഓണത്തുമ്പി. മഞ്ഞ നിറമുള്ള തുമ്പിയാണ് കേട്ടോ. ചെറിയ തുമ്പിയായിട്ട് ചിത്രശലഭം അല്ല അത്. പക്ഷേ അതുപോലുള്ള മഞ്ഞ നിറമുള്ള വെളുത്ത നിറമുണ്ട്. ചിലപ്പം മറ്റ് ചില നിറങ്ങളിലും അപൂർവമായിട്ട് വരും ആ തുമ്പികൾ. അത് ചിങ്ങമാസ കാലമാകുമ്പോഴാണ് അത് കൂടുതൽ പറക്കുന്നത്. അതിൻ്റെ ആയുസ് കുറച്ചേ ഉള്ളൂ എപ്പോഴും. അതുകൊണ്ട് സാധാരണ ഇതിലെന്ത് ചെയ്യും? മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഓർക്കണ്ട. ആ തുമ്പികൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നു? സന്തോഷം തരുന്ന തുമ്പികളല്ലേ. അവരെവിടെയൊക്കെ പോകുന്നു എന്നുള്ളതല്ല, അവരെ നമുക്ക് ഓണത്തിന് വരുമെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കൂടെ ഉണ്ടാകും തുമ്പികൾ അല്ലയോ. അപ്പോൾ എനിക്ക് തുമ്പികളെ കാണുമ്പോൾ ശ്രദ്ധിക്കണം അത് ഓണത്തുമ്പിയാണോ എന്ന് കേട്ടോ. എന്താണ് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത് തനിക്ക്? ഓണത്തിന് സ്കൂളിൽ പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കും. സ്കൂൾ മുഴുവൻ ഭംഗിയാക്കും. ഈ പൂക്കളം ഇടുക മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. സ്വീറ്റ്സ് ഒന്നും തരില്ല. സ്വീറ്റ്സ് ചിലപ്പോൾ മിഠായൊക്കെ തരും, അത്രേ ഉള്ളൂ. ഓണം ആകുമ്പോൾ ഒരുപാട് കളികളുണ്ട്. ഓണം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സാധനമല്ല. എന്തൊക്കെ കളികൾ? എന്നൊന്ന് കളിച്ച പുലികളി ഇവിടെ കളിക്കാനറിയില്ല, കണ്ടിട്ടുണ്ട്. പുലികളി കളിക്കാൻ ആർക്കറിയാം? ഒന്ന് കളിച്ച് കാണിക്കേ. എന്താണ് വെടിവെക്കണ ഒരാളും പുലിയും നടക്കണ ഒരു കളിയല്ലേ?
ആ കളി അറിയാമല്ലേ? അതറിയാമോ? കണ്ടിട്ടുണ്ട്. ആ ശരി. അറിയത്തുമില്ല. ഓക്കെ. തിരുവാതിര കളിയുണ്ട്. രാവിലെ പൂ പറിക്കാൻ പോവും. പൂവിളിയൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, പൂവേ പൊലിയൊക്കെ പറഞ്ഞല്ലോ അല്ലേ? ആ പിന്നെ എല്ലാരും രാവിലെ തന്നെ കുളിച്ച് ഓണപ്പൂക്കളൊക്കെ ഇടാനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇടത്തില്ലേ? നിങ്ങൾ അതൊന്നും ചെയ്യില്ലേ? നിങ്ങളൊക്കെ ഭയങ്കര മറവിയാണോ കുട്ടികളെ? നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നതാണ്? എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, സന്തോഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഉപ്പേരി വർക്കില്ലേ വീട്ടിലാ? വർക്കോ? ആ പിന്നെ ഇതൊക്കെ പറയാത്തതാണ് ഞാനാണോ പറയേണ്ടത്? ഇതൊക്കെ നിങ്ങളിതൊക്കെ പറയണ്ടേ? ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയൂ. ഒരുപാട് കലകളുണ്ട്. എന്തൊക്കെ കലകൾ അറിയാവുന്ന കലകൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട? വേറെ എന്ത് കളി നിങ്ങൾ സാധാരണ കളിക്കാനുള്ള വഴിയില്ല? പണ്ട് കിളിത്തട്ട് കളി എന്നൊരു കളിയുണ്ട് നാട്ടിലൊക്കെ. അങ്ങനെ ഒരു കളിയുണ്ട്, നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെന്താണ് തിരുവാതിര കളി, കൈകൊട്ടി കളിയുണ്ട്. എല്ലാവരും വട്ടത്തിലൊക്കെ ഇടുന്നത് കൈകൊട്ടിയിട്ട് കളിക്കുന്നവരുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? അങ്ങനെ കളി കണ്ടിട്ടുണ്ടോ? ആ വടി വെച്ച് അടിച്ചിട്ടുള്ള കളിയുണ്ടല്ലേ, അതറിയാമല്ലേ? ഇങ്ങനെ തിരുവാതിര കളിയുടെ പാട്ടൊക്കെ അറിയാമോ നിങ്ങൾക്ക്? ഒന്നും കേട്ടിട്ടില്ല തിരുവാതിര കളി പാട്ടുകൾ? കൈകൊട്ടി കളിയുടെ പാട്ടുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ തലമുറ സത്യം പറഞ്ഞാൽ വന്നപ്പോഴേക്കും ഈ പാട്ടുമൊക്കെ ഏതാണ്ട് എന്ത് ചെയ്തു, നാട്ടിടയിൽ നിന്ന് അസ്തമിച്ചു പോയ സമയത്താണ് നിങ്ങളുടെയൊക്കെ ചെറുപ്പം കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മകളുടെ, ഗ്രാമത്തിലൊക്കെ ഞങ്ങൾ ജനിച്ചു വളർന്ന ആ കാലത്ത് ഒരുപാട് കൂട്ടായ്മകളുണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ കളികളൊക്കെ കളിക്കും. തുമ്പി തുള്ളുന്നൊരു കളിയുണ്ട്, കുട ഊത്തുന്നൊരു കളിയുണ്ട്. ആ കാലത്ത് ഇങ്ങനെ കുടത്തിൽ ഊതിയിട്ട് ഇങ്ങനെ തുള്ളുകയൊക്കെ ചെയ്യും. അതാണ് തുമ്പി തുള്ളലെന്ന് പറയണത്. ആ കളിയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കുട ഊതുന്നൊരു കളി? ഇങ്ങനെ കുട ഊതുന്നൊരു കളി കണ്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കളി ഇനിയൊരു അവസരത്തിൽ നമുക്ക് നിങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ഇവിടെ എല്ലാം അവതരിപ്പിച്ച് കാണിക്കാം കേട്ടോ. അതൊക്കെ പോട്ടെ. ഇനി വേറെ ഓണത്തിന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തല്ലേ? പിന്നെ വേറെ എന്തൊക്കെ ചെയ്തു? ഓണമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും വാങ്ങിയോ? ഡ്രസ്സല്ലാതെ എന്തെങ്കിലും വാങ്ങിയോ? നിങ്ങളുടെ കാലത്ത് അതുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ തോക്ക് പൊട്ടാസ് എന്നൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പടക്കമൊക്കെ വാങ്ങി പൊട്ടിക്കുകയോ ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് അനുവാദം ഉണ്ടോ? പടക്കമൊക്കെ പൊട്ടിക്കോ? അത് വിഷുവിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണോ? ഞങ്ങൾ പണ്ട് ഓണം ആകുമ്പോഴും എന്ത് ചെയ്യും, പടക്കമൊക്കെ പൊട്ടിക്കും. പടക്കം പൊട്ടിക്കാൻ ഒരു അവസരം വന്നാലും നമ്മൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? സന്തോഷം ഉണ്ടാകുമ്പം ഈ പറഞ്ഞ പോലെ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമുള്ളതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? ചില ആൾക്കാരൊക്കെ വരുമ്പം വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം പടക്കം പൊട്ടിക്കത്തില്ലേ? എന്തിനാണത്? ആരുടെ സന്തോഷത്തിനാണ്? അവർ വന്നുകൊണ്ടുള്ള സന്തോഷത്തിന്. അതോ അവരെ ഓടിക്കാൻ വേണ്ടിയാണോ പടക്കം പൊട്ടിക്കുന്നത്? അവർ വന്ന് എന്നാൽ പടക്കം പൊട്ടിച്ച് അവരെ ഓട്ടിച്ച് വിട്ടേക്കാന്നാണോ? അപ്പോൾ ഒരു സന്തോഷത്തിനാണ് എന്ത് ചെയ്യുന്നത്, പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ ഓണത്തിന് മാവേലിയൊക്കെ വരുമ്പോൾ നമ്മളൊരു പടക്കമൊക്കെ പൊട്ടിക്കും അല്ലേ? അപ്പോൾ അത് വിഷു പോലെ തന്നെ നമുക്ക് കേരളത്തിലെ വിഷു നമുക്ക് അതുപോലെ തന്നെ ഒരു ഉത്സവമാണ്. അപ്പോൾ പിന്നെന്താണ് ഓണത്തെക്കുറിച്ച് വേറെ പറയാനുള്ളത്? ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തി അല്ലേ? ഒന്ന് ആർപ്പ വിളിച്ചേ എല്ലാവരും. ഇനി ഒരു മോളൊരു കാര്യം ചൊല്ല്. സ്വച്ഛബ്ധി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. ആഴിവീജികളനുവേലം വെണ്ണുരകളാം തോഴികൾ പോലെ തവ ചാരു തൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളിടിവെക്കുന്നു. തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു പിന്നെയും തുടരുന്നു. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടരുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല.
പതിവു പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മേച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായുരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. എല്ലാവർക്കും പാടാറിയാവുന്ന നിങ്ങളെ എല്ലാവർക്കും പാടാവുന്നൊരു പാട്ട് പറ. എത്ര സുന്ദരമെന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ, മണ്ണിൽ വീണു കൊരുത്തു നെന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ. ഓണായിട്ട് ഞങ്ങളെല്ലാരും കൂടി ഞങ്ങൾക്കൊരു സമ്മാനം. ആ ഓണം ആകുമ്പോൾ അങ്ങനെയൊക്കെ വേണം, സമ്മാനമൊക്കെ തരണം. ആ അതെ, ഓണ സമ്മാനമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതാണ് കൊച്ചു ടി വിയുടെ പ്രധാന സമ്മാനം അല്ലേ. കൊച്ചു ടി വിയുടെ കൊച്ചു കൂട്ടുകാർ തന്ന വളരെ മനോഹരമായ വലിയ സമ്മാനമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ആർപ്പ വിളിച്ചേ. ഇപ്പോഴാണ് ഓണം ആയത് അല്ലേ. മാവേലിക്കൊരു കുമ്പ നിറയ്ക്കാം, ഓണം സന്ധ്യ മുറയ്ക്കണം, ഓണത്തുമ്പി സദ്യ വിളമ്പാൻ നീ വേണം. ആരാണ് ഓണത്തുമ്പിയെ സദ്യ വിളമ്പുന്നത്? അപ്പൊ നമുക്ക് ഓണസദ്യ കഴിച്ചാലോ? ഇവിടെ എൻ്റെ അടുക്ക് വന്നതല്ലേ, ഇവിടെ വന്ന് നിങ്ങൾ പൂവിട്ടു, നിങ്ങൾ ഓണമായിട്ട് എന്നെ വന്ന് കാണാൻ വന്നതിൽ എല്ലാവരോടും സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ട ഓണത്തിൻ്റെ സമ്മാനം എനിക്ക് തന്നു. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ കൊച്ചു പുതിയ തലമുറകളുടെ കവിതകൾ ഞാൻ കേട്ടു. കവികളെയൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നതിന് വലിയ സന്തോഷമാണ്. കവിത അറിയാവുന്നവരാണെന്നുള്ള വലിയ സന്തോഷമുണ്ട്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കൊച്ചു ടി വിക്കും എൻ്റെ ഓണാശംസകളുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളെ എനിക്ക് ഈ ഓണക്കാലത്ത് തന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു കൊച്ചു ടി വിയോട്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് സദ്യ കഴിക്കാം അല്ലേ. പുത്തില്ലത്തെ തത്തമ്മയ്ക്ക് പുത്തരി പായസം വേണം, പുത്തില്ലത്തെ തത്തമ്മയ്ക്ക് പുത്തരി പായസം വേണം. പുറവേലി വക്കത്തെ വണ്ണാത്തിപ്പുള്ളിന് വെറുതെ കോരിക്കാൻ അവല് വേണം, പുറവേലി വക്കത്തെ വണ്ണാത്തിപ്പുള്ളിന് വെറുതെ കോരിക്കാൻ അവല് വേണം. കുഞ്ഞിത്തുമ്പിക്ക് പൊൻവയിൽ നെയ്തൊരു മഞ്ഞച്ചിറ്റാട വേണം, കുഞ്ഞിത്തുമ്പിക്ക് പൊൻവയിൽ നെയ്തൊരു മഞ്ഞച്ചിറ്റാട വേണം. പുത്തൻ മണിമാല താലി വേണം. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണക്കിളികൾ പറന്നു വന്നേ, ഓണനിലാവിൽ പൊന്നോടം തുഴയുവാൻ ഓമനത്തിങ്കൾ കിടാവും വന്നേ. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണക്കിളികൾ പറന്നു വന്നേ, ഓണനിലാവിൽ പൊന്നോടം തുഴയുവാൻ ഓമനത്തിങ്കൾ കിടാവും വന്നേ. ഓണം വന്നോണം വന്നോണം വന്നേ.